ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെറും 10 മിനിറ്റുകൾക്കുള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റുള്ളൊരു റൈസാണ്. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഈ കിടിലൻ ടേസ്റ്റുള്ള റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. നമ്മുടെ ഒരു സിമ്പിൾ ടേസ്റ്റി റൈസ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ചൂടായ കുക്കിംഗ് പോട്ടിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള ഗീ ഒഴിച്ചു കൊടുക്കാം. ഗീയുടെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിലുള്ള വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയും ഗീയും നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മീഡിയം വലുപ്പത്തിലുള്ള 2 സവാള നല്ല നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു വലിയ പീസ് ഇഞ്ചി നല്ല നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് ഒരു ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. മീഡിയം വലുപ്പത്തിലുള്ള ഒരു ക്യാരറ്റ് തൊലി കളഞ്ഞ് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗ്രീൻ പീസ് ആണ്. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ്. ഇതും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഒരു നിർബന്ധവുമില്ല, ഓപ്ഷണലാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ വലിയ ജീരകം, 5-6 ഏലക്ക, ഒരു 10 ഗ്രാമ്പു, ഒരു വലിയ പീസ് പട്ട ചെറുതായിട്ട് പൊട്ടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ്. ഫ്രോസൺ ഗ്രീൻ പീസ് എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവണമെന്നില്ല. ഇല്ലാത്തവരാണെങ്കിൽ സാധാരണ ഗ്രീൻ പീസ് ഏകദേശം ഒരു 5 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെക്കുക. അതിനുശേഷം കുക്കറിൽ ഒരല്പം മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ എല്ലാം കൂടി നമ്മളൊരു 4 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്കിതിലേക്ക് നന്നായിട്ട് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ എത്രയാണോ റൈസ് അളന്നെടുത്തിട്ടുള്ളത് അതേ കപ്പിൽ തന്നെ ഇരട്ടി വെള്ളം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി കുക്കിംഗ് പോട്ട് അടച്ചു വെക്കാം. ഇപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അടുത്തതായി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഈ റൈസ് നമ്മൾ കഴുകിയതിന് ശേഷം ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതിനുശേഷം വെള്ളമെല്ലാം നന്നായിട്ട് വാർത്തെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. റൈസും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് കുക്കിംഗ് പോട്ട് അടച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ റൈസ് കുക്കാകാൻ വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇടയ്ക്ക് തുറന്ന് നമ്മൾ ഈ റൈസ് ഒന്നുകൂടി ഇളക്കി കൊടുത്തിരുന്നു. ഇപ്പം നമ്മുടെ റൈസ് വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റൈസ് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇളക്കി കൊടുക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഈ റൈസ് ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോൾ എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണും വരെ ബൈ ബൈ.